ഇന്ന് എൻ്റെ ഓഫ് ഡേ ആണ്. റൂം തുറന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ദുബായിയുടെ സമ്പന്ന കാഴ്ചകളിൽ നിന്നും മാറി സാധാരണ തൊഴിലാളികളുടെ ജീവിത രീതികൾ പകർത്തുകയാണ് ഇന്നത്തെ എൻ്റെ ലക്ഷ്യം. റൂമിൽ നിന്നും ഇറങ്ങിയ ഉടനെ കണ്ട കാഴ്ച ഇതാണ്. ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾ, അതിൽ സിസർ കട്ടടിക്കുന്ന ബിരുദന്മാരും ഉണ്ട്. ഒരു നിമിഷം നമ്മുടെ ചെറുപ്പകാലം ഓർമ്മ വന്നു. അന്നത്തെ വീറും വാശിയും ഒട്ടും ചോർന്നു പോകാത്ത രീതിയിലാണ് ഇന്നും അവരുടെ കളി. ഇതാണ് അൽക്കേൽ ഗേറ്റ് അക്കോമഡേഷൻ. ദുബായിലെ അൽക്കൂസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദുബായ് പ്രോപ്പർട്ടീസിൻ്റെ കീഴിലാണ് നിലകൊള്ളുന്നത്. 5.7 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ബിൽഡിംഗ് സമുച്ചയമാണ് ഇത്. എമിറേറ്റ്സിലെ ജീവനക്കാരാണ് അധികവും ഇതിൽ താമസിക്കുന്നത്. അതിനാൽ ഇതിനെ എമിറേറ്റ്സ് അക്കോമഡേഷൻ എന്ന് വിളിച്ചു പോന്നു. അൽക്കേൽ ഗേറ്റ് അക്കോമഡേഷൻ പിന്നിട്ടു. ദുബായിയുടെ ഇടവഴികളിലൂടെയാണ് യാത്ര. സാധാരണക്കാരായ ജീവനക്കാരെ പരിചയപ്പെടുന്നതിനും അവരുടെ ജീവിത രീതിയിൽ അറിയുന്നതിനുമാണ് ഈ യാത്ര. ആദ്യം കാണുന്ന കാഴ്ച ഇതാണ്. വഴിയരികിലെ സിഗരറ്റ് കച്ചവടം. 2 പേർ ചേർന്ന് സിഗരറ്റ് വിൽക്കുകയാണ് ഇവിടെ കാണുന്നത് വഴിയരികിലെ പാത്ര കച്ചവടമാണ്. മറ്റുള്ളവർ ഉപയോഗിച്ച പാത്രങ്ങളാണിത്. അക്കോമഡേഷൻ ഒഴിവാക്കി പോകുന്നവരിൽ നിന്നും ശേഖരിച്ചു വിൽപ്പന നടത്തുകയാണിവർ. പഴയ പാത്രങ്ങൾക്കും പുതിയതിൻ്റെ 4/1 കൊടുത്താൽ മതി. നമ്മുടെ നാട്ടിൽ പോലും പഴയ പാത്രങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത് കാണുമ്പോൾ ഇതും ദുബായിയുടെ ഭാഗമാണോ എന്ന് ആശ്ചര്യപ്പെട്ടു പോകും. 2 പേർ ചെന്ന് പാത്രങ്ങൾ ചെക്ക് ചെയ്യുന്നത് കാണാം. 2 ദിർഹംസ് മുതൽ 10 ദിർഹംസ് വരെയാണ് പലതിൻ്റെയും വില. അനധികൃതമായി തട്ടുകടകൾ നടത്തുന്നവരും പാവപ്പെട്ട തൊഴിലാളികളുമാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ. ഇവിടെ ഒരു മീൻ തട്ടുമുണ്ട്. ഇപ്പോൾ കൊണ്ടിറക്കിയ മീനുകൾ അടുക്കി വയ്ക്കുകയാണവർ. ഒട്ടുമിക്കവാറും മീനുകളും ഈ തട്ടിൽ ഉണ്ട്. അതെല്ലാം നോക്കി നിൽക്കുന്ന ആളുകളെയും കാണാം. വാങ്ങുന്നില്ലെങ്കിലും പലതരത്തിലുള്ള മീനുകളെ നോക്കി അങ്ങനെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് പലരും. ഇനി നമ്മൾ പോകുന്നത് ലേബർ കമ്മ്യൂണിറ്റി ഹാപ്പിനെസ് മാർക്കറ്റിലേക്കാണ്. ബംഗാളികളായ ആളുകളാണ് ഇവിടെ അധികവും കച്ചവടം ചെയ്യുന്നത്. അതിനാൽ ഇതിനെ ബംഗാളി മാർക്കറ്റ് എന്നറിയപ്പെടുന്നു. അനധികൃത കച്ചവടക്കാരെ ഒഴിപ്പിക്കാനാവാതെ ഇവിടുത്തെ ഭരണകൂടവും പോലീസും പൊറുതിമുട്ടി നിൽക്കുമ്പോൾ അവർക്ക് ഉദിച്ച ഒരാശയമാണ് ലേബർ കമ്മ്യൂണിറ്റി സെൻറ്റർ. ദിവസവാടക പ്രകാരമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കടന്നു ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഒരു മുടിയൊട്ട് കടയാണ്. തൊഴിലാളികൾക്ക് ആവശ്യമായ എല്ലാ നിത്യോപസാധനങ്ങളും ഇവിടെ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്നു. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും അത് നല്ല രീതിയിൽ പരിഹരിക്കുകയും ചെയ്യുന്ന ഭരണകൂടമാണ് ഇവിടത്തേത്. ഇവിടെ മീനും മാംസവും മുട്ടയും പഴവർഗ്ഗങ്ങളും എന്നുവേണ്ട തൊഴിലാളികൾക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ വരെ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്നു. ഇത് കാണുമ്പോഴാണ് UAE ഒരു വ്യവസായ സൗഹൃദ രാജ്യം മാത്രമല്ല, തൊഴിലാളി സൗഹൃദ രാജ്യം കൂടിയാണ് ഇതെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ രുചിച്ചറിയുന്നതിന് ഇവിടെ വരാം. ബർഗറും ഷവർമയും മാത്രമല്ല, അതതു രാജ്യക്കാരുടെ തനതായ ഭക്ഷണ രീതികൾ പരിചയപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക സ്റ്റാളുകളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഇവിടെ പലതരം മത്സ്യങ്ങളും കബാബുകളും മസാല പുരട്ടി വച്ചിരിക്കുന്ന കാണാം. വരുന്നവരുടെ ആവശ്യമനുസരിച്ച് പാകം ചെയ്ത് കൊടുക്കുകയാണവർ. തുണിത്തരങ്ങളും ടീഷർട്ടുകളും ഫുട്വെയറുകളും സൺഗ്ലാസുകളും ആഭരണങ്ങളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വിൽക്കുന്ന ഷോപ്പുകൾ ഇവിടെ കാണാം. ഇത് ഒരു ലാപ്ടോപ്പ് വിൽക്കുന്ന ഷോപ്പാണ്. നാട്ടിലെ വിലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇവിടെ വലിയ വിലക്കുറവാണ്. ഇതിനകത്തു തന്നെ ഒരു സൈക്കിൾ റിപ്പയർ ഷോപ്പുമുണ്ട്. ആരോ കൊണ്ടുവന്ന സൈക്കിൾ റിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ് അയാൾ. സൈക്കിളുകൾക്ക് ആവശ്യമായ ഒട്ടുമിക്ക സ്പെയർ പാർട്സുകളും ഇവിടെ ലഭ്യമാണ്. റിപ്പയർ ചെയ്ത സൈക്കിൾ ശരിയായോ എന്ന് ചെക്ക് ചെയ്യുകയാണ് അയാൾ.
ഇവിടെ ഒരു കൂട്ടം യുവാക്കൾ ഇരുന്ന് ക്യാരംസ് കളിക്കുന്നത് കാണാം. ഒരു ഗെയിമിന് ഒരാൾക്ക് 5 ദറംസ് ആണ് ചാർജ്. നാട്ടിലെ ഏകദേശം 110 രൂപയോളം വരും. ഈ ചന്തയ്ക്കുള്ളിലെ മേൽക്കൂര പോലുമില്ലാത്ത തുന്നൽക്കട വളരെ കൗതുകമുണർത്തുന്ന കാഴ്ച തന്നെയാണ്. നാട്ടിൽ പോലും കാണാൻ കഴിയാത്ത കാഴ്ച. ഓരോ ആളുകൾക്കും ഓരോ നമ്പർ ഇട്ട് കൊടുത്തിരിക്കുന്നു. സാധാരണ തൊഴിലാളികളുടെ വസ്ത്രങ്ങളിലെ റിപ്പയർ ജോലികളാണ് അധികവും ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്നങ്ങോട്ട് പഴം പച്ചക്കറി കടകളുടെ ഒരു സാഗരം തന്നെയാണ്. വളരെ വില കുറച്ചാണ് വിൽപ്പന. വിലപേശി വാങ്ങാനുള്ള സ്വാതന്ത്ര്യവും കസ്റ്റമേഴ്സിനുണ്ട്. നാളത്തേക്ക് ഇത് കേടുവന്നു പോകുന്നതിനാൽ അവർ ആളുകളെ വിളിച്ചുകൂട്ടി വിൽപ്പന നടത്തുന്നത് കാണാം. आजा भैया आ जाओ ऑफर चल रहा है आ जाओ आ जाओ आ जाओ फ्रेश सब्जी ले लो फ्रेश सब्जी आ जाओ 2 किलो पास. അവസാനമായി കണ്ട കാഴ്ച ഇതാണ്. ഉണക്കമീൻ കച്ചവടം. 3-4 പേർ ചേർന്ന് ചുറ്റും കൂടി നിൽക്കുന്നു. അവർക്കിഷ്ടപ്പെട്ട മത്സ്യം തിരഞ്ഞെടുക്കുകയാണവർ. എല്ലാ കാഴ്ചകളും കണ്ട് ഞാൻ മാർക്കറ്റിനോട് വിട പറഞ്ഞു. ഇനി നേരെ റൂമിലേക്ക്.